പ്രണയിച്ച് വിവാഹം കഴിച്ച് 2 വർഷമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് നായകനും നായികയും. ഇവര് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിട്ട് കൊണ്ട് നടക്കുന്നത് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാവരുടെയും ഒരു ബേസിക് ആഗ്രഹം കൂടിയായിട്ടുള്ള ആ ഒരു വീട് സ്വന്തമായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു ട്രാവലാണ് ഈ സിനിമയുടെ സ്റ്റോറി. അതിനുവേണ്ടി ഗവൺമെന്റ് തന്നെ ഒരു പ്ലാനിലേക്ക് ഇവർ ചേരുകയാണ്. എന്നാൽ അതിൽ നിന്ന് വീട് കിട്ടാൻ വേണ്ടി ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഇവർ തമ്മിൽ ഡൈവേഴ്സ് ചെയ്യുന്നതായിട്ട് പേപ്പേഴ്സിൽ വരുത്തുകയും ഇവർ പിരിഞ്ഞു താമസിക്കുകയും ചെയ്യുന്നിടത്താണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് അത്യാവശ്യം നല്ല ഹ്യൂമർ ആയിട്ട് കഥ പറഞ്ഞു പോയി റൊമാൻറ്റിക് കോമഡി ജോണറിലൊക്കെ വരുന്ന രീതിയിൽ ഒരു ഫാമിലി സ്റ്റോറി പറയുന്ന ഒരു സിനിമയാണ് സാദാ ഹട്ട്കെ സാദാ ബച്കെ. ലക്ഷ്മണിന്റെ സംവിധാനത്തിൽ വിക്കി കൗശലും സാദാ അലി ഖാനും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമ സംഗീതത്തിന്റെ പേരിൽ വളരെയധികം ഓൾറെഡി ട്രെൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിലെ ഗാനങ്ങളൊക്കെ വളരെ മികച്ചതാണ്. ഏറ്റവും ആദ്യത്തെ പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നത് അത് തന്നെയായിരിക്കും. ഒരുപക്ഷെ അടുത്ത സമയത്ത് ഹിന്ദിയിൽ വന്നിട്ടുള്ള ഏറ്റവും മികച്ച ഗാനങ്ങളുടെ സിനിമയാണിത്. ഇതിലെ തേരി വാസ്തയൊക്കെ വളരെയധികം ഫേമസ് ആയി ട്രെൻഡിങ്ങിൽ വന്നു ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന ഗാനമായിരിക്കും. ഇതിലെ മറ്റൊരു പ്രധാന പോസിറ്റീവ് തീർച്ചയായിട്ടും അഭിനേതാക്കളുടെ പെർഫോമൻസ് ആണ്. സാദാ അലി ഖാനും വിക്കി കൗശലും തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവരുടെ ഒരു കെമിസ്ട്രി തന്നെ വളരെയധികം സ്ക്രീനിൽ നല്ല ചാമിങ് ആയിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കോമ്പിനേഷൻ സീനുകളൊക്കെ അത് എല്ലാ ഭാഗങ്ങളിലും നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ആദ്യ അവസാനം സ്ക്രീൻ പ്രസൻസിൽ ആക്ടേഴ്സ് എല്ലാം നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള അഭിനേതാക്കളും കിട്ടിയ ഗ്യാപ്പിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതിനോട് ചേർന്ന് തന്നെ ഇതിലൊരു വാച്ച്മാൻ ക്യാരക്ടർ ഉണ്ട്, അയാൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് കാസ്റ്റിംഗും പെർഫോമൻസുകളൊക്കെ വളരെ നന്നായിട്ടാണ് ഫീൽ ചെയ്തത്. കഥയിലേക്ക് വരുമ്പോൾ ഒരു കോമഡി സിനിമയ്ക്ക് വേണ്ട രീതിയിൽ അത്രയ്ക്ക് വിശ്വസനീയമല്ലാത്ത എന്നാൽ കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ട് കയറിപ്പോയാലും വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ് സിനിമയ്ക്കുള്ളത്. സ്ക്രിപ്റ്റിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർക്ക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കഥയിൽ നിന്നുകൊണ്ട് അത്യാവശ്യം നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് സിനിമ സമ്മാനിക്കുന്നുണ്ട്. മേക്കിംഗ് ക്വാളിറ്റി എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല തമാശകളുണ്ട്, പലയിടത്തും നല്ല രീതിക്ക് തമാശകൾ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അവസാനത്തോട് വരുമ്പോഴുള്ള ഇമോഷണൽ കാര്യങ്ങളും അവരുടെ ഒരു ഫീൽ ഗുഡ് ടച്ചുള്ള മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ പേഴ്സണലി എനിക്ക് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയി. വീടും വീട്ടുകാരും വീടിനോടുള്ള ആഗ്രഹവും ഒക്കെ നിൽക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് വീട്ടിൽ താമസിക്കുന്നവരുടെ പ്രാധാന്യവും അവരുടെ മാനസിക സ്നേഹവും അടുപ്പവും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് കൂടി സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു റൊമാൻറ്റിക് ഫീൽ ഗുഡ് സിനിമ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമ തന്നെയാണ് സാദാ ഹട്ട്കെ സാദാ ബച്കെ. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.